മലയാളികൾ യാത്ര ഇഷ്ടപ്പെടുന്നവരാണ്. വിനോദം, വിനോദസഞ്ചാരം, വിശ്രമം, ആനന്ദം ഇതൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഒരു ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയമായും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് അമ്പൂരിയിലെ കുമ്പിച്ചൽക്കടവ് പാലം. കാട്ടാക്കട കള്ളിക്കാടുള്ള നെയ്യാർ ഡാം മുതൽ കണ്ടു തുടങ്ങണം. നെയ്യാർ ഡാമിൽ വളരെ മനോഹരമായ ഒരു പാർക്കുണ്ട്. ഇതൊരു ചിൽഡ്രൻസ് പാർക്ക് കൂടിയാണ്. 3-4 മണിക്കൂറുകൾക്കുള്ള കാഴ്ചകൾ ഡാമിലും പാർക്കിലും പരിസരത്തുമായൊക്കെയായിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ അക്വേറിയവും ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. ഈ ഡാമിൽ മുതലയൊക്കെ ഉണ്ടെന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. നെയ്യാർ ഡാം സൈറ്റിൽ മനോഹരമായ കാഴ്ചകളും ബോട്ടിംഗ് സൗകര്യവും മുതല വളർത്തൽ കേന്ദ്രവും ലയൺ സഫാരി പാർക്കും ഡിയർ പാർക്കും ഉണ്ട്. കണ്ടിരിക്കേണ്ട മറ്റൊരു സ്ഥലമാണ് നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. നെയ്യാർ ഡാമിനോട് ചേർന്ന് തന്നെ ഇത് കിടപ്പുണ്ട്. ഇത് പ്രകൃതി സ്നേഹികൾക്കും വന്യജീവി നിരീക്ഷകർക്കും മികച്ചൊരനുഭവമാണ്. അമ്പൂരി യാത്രയിൽ സന്ദർശിക്കാൻ പറ്റിയ വേറൊരു സ്ഥലമാണ് ആനക്കുഴി വെള്ളച്ചാട്ടം. അമ്പൂരി ബ്രിഡ്ജിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ വെള്ളച്ചാട്ടം പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. മഴക്കാലത്താണ് കൂടുതൽ മനോഹരം. അതേപോലെ ഇരപ്പംകുഴി വെള്ളച്ചാട്ടം. വനത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഈ വെള്ളച്ചാട്ടം ശാന്തമായി കുളിക്കാനും ഫോട്ടോഗ്രാഫി എടുക്കാനും പറ്റിയ സ്ഥലമാണ്. ദേ നോക്കിയേ, ഇവിടെ കുറെ പിള്ളേർ ചേർന്ന് കുളിക്കുന്നുണ്ട്. കുട്ടികൾ മാത്രമല്ല, പുരുഷന്മാരും സ്ത്രീകളും മുതിർന്നവരുമെല്ലാം കടവിൽ കുളിക്കുന്നുണ്ട്. കാളിപ്പാറ വ്യൂ പോയിന്റ്. ഇവിടെ നിന്നാൽ മലകളുടെ 360 ഡിഗ്രി മനോഹരമായ കാഴ്ചകൾ കാണാം. സൂര്യോദയവും അസ്തമയവും കാണാൻ പറ്റിയ സ്ഥലം. ദിവ്യപാറ. ട്രക്കിങ്ങിന് താല്പര്യമുള്ളവർക്ക് പരീക്ഷിക്കാവുന്ന സ്ഥലമാണിത്. ഇതിൻ്റെ മുകളിലെത്തിയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമായി വളരെ മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയും. ഇപ്പറഞ്ഞ സ്ഥലങ്ങളെല്ലാം അമ്പൂരി കുമ്പിച്ചൽക്കടവ് പാലത്തിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. മലനിരകൾ, കാട്, വെള്ളച്ചാട്ടം, അരുവി, പൂന്തോട്ടം, പ്രകൃതി രമണീയത എന്നിവയെക്കൊണ്ട് സ്വപ്നലോകം തന്നെ ഇവിടെയുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ സുഹൃത്തുക്കൾക്കൊപ്പം ഈ കടവിൽ വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ വന്ന മിനി വാൻ ഇങ്ങേക്കരയിൽ പാർക്ക് ചെയ്തിട്ട് കടത്ത് വെള്ളത്തിൽ 3 തവണ ട്രിപ്പ് അടിച്ചാണ് അങ്ങേക്കരയിൽ എത്തിയത്. അന്ന് കടത്ത് വെള്ളക്കാരനൊപ്പം ഞങ്ങളും വള്ളം തുഴഞ്ഞു. അങ്ങേക്കരയിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് ഊഷ്മളമായ സ്വീകരണമായിരുന്നു. വാവ്, ഇതാണ് പാലം. ഇവിടുത്തെ പ്രദേശവാസികളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് സാക്ഷാത്കരിച്ചത്. പല സർക്കാരുകൾ കേരളത്തിൽ ഭരണചക്രം തിരിക്കാൻ മാറി മാറി വരുമ്പോൾ പുത്തൻ പ്രതീക്ഷകൾ നൽകി തറക്കല്ലിടും. പാലത്തിൻ്റെ പണി ഇന്ന് തുടങ്ങും, നാളെ തുടങ്ങും എന്ന പ്രതീക്ഷയിൽ 5 വർഷവും കഴിയും. പുതിയ സർക്കാർ ചുമതലയേൽക്കും, വീണ്ടും തറക്കല്ലിടും. അങ്ങനെ എത്ര വർഷമാണ്. കുമ്പിച്ചൽക്കടവ് പാലം എന്ന സ്വപ്നം വെറും തട്ടിപ്പാണെന്ന തോന്നൽ പ്രദേശവാസികൾ മണത്തറിഞ്ഞപ്പോഴായിരുന്നു പിണറായി സർക്കാർ പദ്ധതിക്ക് തുടക്കം കുറിച്ചതും പൂർത്തീകരിച്ചതും. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇതിൻ്റെ നിർമ്മാണം. അമ്പൂരിയിലെ കുമ്പിച്ചൽക്കടവ് പാലം 25 കോടിയോളം ചിലവിൽ നിർമ്മിച്ച ഒരു പാലമാണ്. 253.4 മീറ്റർ നീളവും 11 മീറ്റർ വീതിയും 8 മീറ്റർ വീതിയുള്ള റോഡ്, ഇരുവശങ്ങളിലും ഫുട്പാത്തും ഉണ്ടായിരിക്കും. ഭൂനിരപ്പിൽ നിന്നും 12.5 മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. അമ്പൂരിയിലെ ഭാവികാല ടൂറിസം സാധ്യതകൾ മുൻനിർത്തിയാണ് ഇത്രയും ഉയരത്തിൽ നിർമ്മിക്കാനുള്ള കാരണം. നെയ്യാർ ജലസേചന പദ്ധതിയിലെ കരിപ്പയാറിന് കുറുകെയാണ് ഈ പാലം. അതായത് കരിപ്പയാറിൻ്റെ മറുകരയിലെത്താനുള്ള പാലം. വിനോദസഞ്ചാരികളുമായി വരുന്ന ബോട്ടിന് സുഖമായി കടന്നു പോകാനുള്ള സൗകര്യം കണക്കിലെടുത്താണിത്.
ചരക്കുപാറ, പന്തപ്ലാമൂട്, പുരവിമല, പറത്തി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉള്ള ജനങ്ങൾ ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. ഇവരെല്ലാവരും കടത്തുവള്ളത്തെ ആശ്രയിച്ചായിരുന്നു അമ്പൂരിയിലെത്തിയിരുന്നത്. അസുഖം, പ്രസവം, വിവാഹം, മരണം, പഠനം, നിത്യോപയോഗ സാധന സാമഗ്രികൾ ഇവയെല്ലാം പകലായാലും രാത്രിയായാലും കടത്തുവള്ളത്തെ മാത്രം ആശ്രയിച്ചായിരുന്നു. പാലം പണി പൂർത്തിയായതോടെ തൊടുമലയിലെ ജനങ്ങൾക്ക് അവരുടെ എക്കാലത്തെയും സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. കാരിക്കുഴി, ചാക്കപ്പാറ, ശംഖുംകോണം, കയ്പൻപ്ലാവിള, തൊടുമല, തെന്മല, കുന്നത്തുമല തുടങ്ങിയ ഇടങ്ങളിൽ താമസിക്കുന്ന 2000 ഓളം വരുന്ന ജനങ്ങൾക്കും അവരുടെ കുട്ടികൾക്കും ഈ പുതിയ പാലം അവരുടെ ഭാവികാല പ്രതീക്ഷകളായി മാറി. ഇവിടുത്തെ ആൾക്കാരുടെ ഏറ്റവും വലിയ ദുരിതം കിലോമീറ്ററുകളോളം മലകൾ താണ്ടി വന്ന് വള്ളം കയറി പോകണം. അവിടെ 7-8 മണി കഴിഞ്ഞാൽ കടത്തുവള്ളം ഇല്ല. എന്ത് സംഭവിച്ചാലും സഹിച്ചു കൊള്ളണം. ഒരു കാലത്ത് ഇലക്ട്രിസിറ്റി വന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴും സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നും വന്നിട്ടില്ല. പകൽ സമയത്ത് പോലും പേടി തോന്നുന്ന നടപ്പാതകൾ. ഇപ്പോൾ ചെറിയ തടങ്ങൾ വെട്ടിയിട്ടിട്ടുണ്ട്. 60 വർഷങ്ങൾക്ക് പുറകിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥ. 80 മീറ്റർ ആഴമുണ്ട് പുഴയുടെ നടുക്ക്. ഫോട്ടോഗ്രഫി, വീഡിയോഗ്രഫി, സെൽഫി, റീൽസ്, കൊളാബ് എന്നിവയ്ക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. നമ്മുടെ വാക്കുകൾക്കൊക്കെ പരിമിതിയുണ്ട്. അതിലും അപ്പുറമാണ് ഇവിടത്തെ കാഴ്ചകൾ.